ശ്രദ്ധയൊന്നു തെറ്റിയാൽ മതി യാത്ര അപകടത്തിലേക്ക്. ചെങ്കളം മുതൽ മാവുങ്കൽ വരെയുള്ള ദേശീയപാത വാഹനമോടിക്കുന്നവർക്ക് അത്രയേറെ ഭീതി ഉയർത്തുന്ന പാതയാവുകയാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന പാതയിൽ സൂചനാ ബോർഡുകളോ സുരക്ഷാ വേലിയോ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഏറ്റവും ഒടുവിലായി ഈ പാതയിലെ പെരിയ ചാലിങ്കാലിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവറുടെ ജീവൻ പൊലിഞ്ഞതിന്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് IVF ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ. ചെങ്കളം മുതൽ മാവുങ്കാൽ വരെയുള്ള ദേശീയപാത വാഹനങ്ങൾക്ക് അപകടക്കെണിയൊരുക്കുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന പാതയിൽ സൂചനാ ബോർഡുകളോ സുരക്ഷാവേലിയോ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത്. ഏറ്റവും ഒടുവിലായി ഈ പാതയിലെ പെരിയ ചാലിങ്കാലിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവറുടെ ജീവനാണ് പൊലിഞ്ഞത്. മംഗളൂരുവിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ട ബസ് പെരിയ കഴിഞ്ഞ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയും അപകടത്തിൽ ഡ്രൈവറായ ചേതൻ കുമാർ മരണപ്പെടുകയുമായിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചാലിങ്കാൽ പഞ്ചായത്ത് കാര്യാലയത്തിനു മുന്നിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു. ടാർ റോഡും കോൺക്രീറ്റ് റോഡും ചേരുന്നിടത്തെ ഉയർന്ന ഭാഗത്തിടിച്ച് ആക്സിൽ പൊട്ടുകയും ബസ് നിയന്ത്രണം വിടുകയുമായിരുന്നു. അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുൻപ് പെരിയയിൽ കാർ കുഴിയിലേക്ക് മറിഞ്ഞ് 2 ജീവനുകളും പൊലിഞ്ഞിരുന്നു. തായന്നൂർ സ്വദേശികളായ രഘുനാഥ്, രാജേഷ് എന്നിവരാണ് മരിച്ചത്. പെരിയയിൽ തെയ്യം കെട്ട് കണ്ട് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് മടങ്ങുന്നതിനിടെ പെരിയ കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപമെത്തിയപ്പോൾ റോഡരികിലുള്ള ഡിവൈഡറിൽ തട്ടി കാർ താഴേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ തായന്നൂർ തേരങ്കല്ലിലെ രാഹുൽ, രാജേഷ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ചെങ്കള മുതൽ മാവുങ്കാൽ വരെയുള്ള ദേശീയപാതയിൽ ഇതോടെ സമീപകാലത്ത് 5 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. ജനുവരി 9-ന് ദേശീയപാതയിൽ കുണിയയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ പരവനടുക്കത്തെ P. നാരായണൻ നായർ, ചട്ടഞ്ചാൽ മേലത്ത് ഗോപാലകൃഷ്ണൻ എന്നിവർ മരണപ്പെട്ടിരുന്നു. അതിനു മുൻപ് മാവുങ്കാലിൽ KSRTC ബസ് കാറിലിടിച്ച് 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന വടകര സ്വദേശിക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ഈ അപകടങ്ങൾക്ക് ശേഷം ദേശീയപാത കരാർ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. തുടർന്ന് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ വാഹനയാത്രികർക്ക് ആവശ്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളും മതിയായ സുരക്ഷാ വേലികളും ഒരുക്കുവാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഓരോ ദിവസവും യാത്രാപാതയിലുണ്ടാകുന്ന മാറ്റങ്ങളും വെളിച്ചമില്ലായ്മയുമടക്കമുള്ള പ്രശ്നങ്ങളും വാഹനമോടിക്കുന്നവരെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുവാൻ ആവശ്യമായ നടപടിയുണ്ടായില്ലെങ്കിൽ ഇനിയും ഈ പാത ചോരക്കളമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.